ഇതാണ് അലിഗേറ്റർ ഗാറ്. മുഖ്യമായിട്ടും മത്സ്യങ്ങളെയാണ് ഭക്ഷിക്കുന്നത്. പിന്നെ ജലത്തിൻ്റെ ഉപരിതലത്തിലുള്ള ചില നീർക്കാക്ക, കൊക്ക് പോലുള്ളതിനെയും ഇത് ഭക്ഷിക്കാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഈ അക്വറിയത്തിൽ കിടക്കുമ്പോഴില്ല. പക്ഷേ സ്വാഭാവിക കുളങ്ങളിലും ബാക്കി വാട്ടേഴ്സിലൊക്കെ ഉള്ളിടത്ത് അതങ്ങനെ ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഒരു ഈ ആക്രമണ രീതി എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തൊരു വളരെ സ്പീഡിൽ അതിനെ ഈ ഇരയെ പിടിക്കുന്ന ഒരു രീതി അതിനുള്ളത്. അല്ലാതെ പുറകെ നീന്തിപ്പോയി പിടിക്കാനുള്ള രീതിയില്ല അതിന്. വളരെ ഫാസ്റ്റായിട്ട് ഇത് പിടിക്കും തൊട്ടടുത്ത് വരുമ്പോൾ. എന്നാൽ ഇത് ഇപ്പോൾ ഇങ്ങനെ സാവകാശമാണ് നീന്തുന്നതെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ബുള്ളറ്റ് പോകുന്ന പോലെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചില സാഹചര്യങ്ങളിൽ. അസാമാന്യ സ്പീഡിൽ കുളങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെ നല്ല സ്പീഡിൽ നീന്താനുള്ള കഴിവുണ്ട്. മുന്നോട്ടും പോകും, അതോടൊപ്പം തന്നെ റിവേഴ്സ് പുറകോട്ടും ഇത് അതേപടി തന്നെ നീന്തുകയും ചെയ്യും. അപ്പോൾ ഒരു പ്രാവശ്യം ഇതിനകത്ത് നിന്ന് തെറിച്ച് ചാടി വെളിയിൽ പോയി. അപ്പോൾ നൈറ്റിൽ ഞാൻ നേരം വെളുത്ത് രാവിലെ വന്ന് നോക്കുമ്പോൾ അത് തറയിൽ കിടപ്പുണ്ട്. പക്ഷേ എത്ര സമയമായി ചാടി പോയിട്ട് നിൽക്കറിയില്ല. ഏതായാലും അന്തരീക്ഷത്തിലേക്ക് ശ്വസിക്കാൻ കഴിവുള്ളതുകൊണ്ട് ചത്തില്ല. നല്ലൊരു സർവൈവൽ കപ്പാസിറ്റി ഉള്ളൊരു മത്സ്യമാണ് ഈ അലിഗേറ്റർ ഗാർ എന്ന് പറയുമ്പോൾ. പിന്നെ ഞാനുമായിട്ട് വളരെ ഒരു പരിചയമുണ്ട് ഇതിന്. എന്നെ ഇതുവരെയും അങ്ങനെ ഞാൻ അതിൻ്റെ പുറത്തൊക്കെ തലോടി തന്നെ അത് അങ്ങനെ ഉപദ്രവിക്കാറൊന്നുമില്ല. ഞാനാണ് മിക്കവാറും തീറ്റ കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിങ്ങനെ അടുത്ത് വന്ന് വിളിക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്തോട്ട് വരുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട് ഞാൻ. അതിപ്പം നമ്മളുമായിട്ടുള്ള പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം സാധ്യത അനുസരിച്ച്. പിന്നെ ഇതിൻ്റെ തൂക്കം ഒരു 159 കിലോ ഒക്കെ ഇവിടെ അടുത്ത സ്ഥലങ്ങളിലൊക്കെ ഈ സാധനം വളർത്തിയ ആളുകൾ വിറ്റിട്ടുണ്ട്, ഈ അലിഗേറ്റർ ഗാർ. മുൻ വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിന് 57 വർഷത്തെ ആയുസാണ് ഉള്ളത്. 9 വർഷം കൊണ്ട് ഇതിൻ്റെ വളർച്ച പൂർത്തിയാകും, അങ്ങനെയാണ് പറയാൻ. പിന്നെ ഇത് കട്ടിയുള്ള ശൽക്കങ്ങളാണ്. ശൽക്കങ്ങൾ എന്ന് പറഞ്ഞാൽ തൊലിയാണ്. ആ തൊലിയുടെ മുകളിൽ ശൽക്കങ്ങൾ പോലുള്ള ഒരു ഇതുണ്ട്. അത് പലപ്പോഴും ചില രാജ്യങ്ങളിലേക്ക് അത് ഓരോന്ന് അടർത്തിയെടുത്തിട്ട് കമ്മലുകളായിട്ട് ഡിസൈൻ ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ മുട്ട സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് മുട്ടയിടുന്നതാണ് ഈ അലിഗേറ്റർ ഗാർ. ഇതിൻ്റെ മുട്ട പോയിസണാണ്. പോയിസൺ എന്ന് പറയുമ്പോൾ അത് കഴിക്കുന്ന ചില ആൾക്ക് ഛർദിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾ കഴിക്കാറില്ല. എന്നാൽ ഇതിൻ്റെ മാംസം കഴിക്കാറുണ്ട്. ഒരു വെളുത്ത മാംസമാണ്. ഞാനതൊക്കെ കണ്ടിട്ടുണ്ട്. കാരണം എൻ്റെ അടുത്ത് ഒരെണ്ണമുണ്ടായിരുന്നു. അത് ഏതോ ഒരു അപകടത്തിൽ അത് ചത്തുപോയി, വയൽ കുടിയും ചത്തുപോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ കീറി നോക്കിയപ്പോൾ അതിന് വെളുത്ത മാംസമുള്ളത്. അപ്പോൾ അങ്ങനെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അലിഗേറ്റർ ഗാറിനെ കുറിച്ചുള്ള കൂടുതൽ ചില വിവരങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കും.